ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് കൃഷി വിശേഷങ്ങളുമായിട്ടും പിന്നെ പ്രീ പ്രൈമറിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുമാണ് കേട്ടോ. അപ്പോൾ പ്രീ പ്രൈമറിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചെങ്കിലും പേര് അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അറിയാത്തവർക്കായിട്ടാണ് ഈ ഇൻഫർമേഷന്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 26 28 അങ്ങാണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കോണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യത്തെ കൃഷി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോവലാണ്. കോവൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. കോവയ്ക്ക കഴിച്ച് മടുക്കുക എന്ന് പറയില്ല, ആ ഒരു അവസ്ഥയായിപ്പോയായിരുന്നു. പിന്നീട് എന്തോ ഒരു കാരണം കൊണ്ടത് വെട്ടിക്കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വള്ളി ഇവിടെ ഇങ്ങനെ കിടന്ന് പടർന്ന്, അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ കോവൽ നട്ട് വെച്ചേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പന്തലിച്ച് നല്ല ആരോഗ്യമുള്ളൊരു കോവലിൻ്റെ രീതിയിൽ അത് പന്തലിച്ച് വന്നു. പക്ഷേ പൂവുണ്ടാകുന്നുണ്ട്, പൂവിനകത്ത് ചെറിയ ഇതേപോലെ കായ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം പൊഴിഞ്ഞു പോവാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നുകിൽ വെട്ടിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ പടർത്തി നോക്കണം, അല്ലെങ്കിൽ പിന്നെ അത് മാറ്റുക, അതേയുള്ള വഴി. വെച്ചാൽ നല്ല രീതിയിലാണ് പടർന്നു വന്നത്. പിന്നെ ഇത് എൻ്റെ ബീൻസാണ് കേട്ടോ. ഞാനല്ല നട്ടത്, പപ്പയാണ് നട്ടത്. ഞാനിത് ചെറുകോൽപ്പുഴ കൺവെൻഷൻ സമയത്ത് വാങ്ങിച്ചതാണ്. ബീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീൻസ്. പിന്നെ ഇത് പാവലാണ്. പാവൽ ഇവിടെ കിളിച്ച് വന്ന പാവലെല്ലാം കൂടെ നട്ട് വെച്ചേക്കും കേട്ടോ. ഈ പാവൽ നീണ്ട പാവലാണ്. നീണ്ട പാവയ്ക്ക വരുന്നത്. അത് കയ്പ്പ് കുറഞ്ഞ രീതിയിലെ പാവയ്ക്കാണ് ഇത്. പിന്നെ ഒരു നാടൻ്റെ ഒരു ചെറിയ തൈയുണ്ട്. നാടൻ്റെ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ചെറിയ പാവല, ഒരുപാട് വളരെ കൃത്യമായ നല്ല രീതിയിൽ വളം ചെയ്ത് പന്തലിപ്പിച്ചല്ല ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ പാവലാണെങ്കിലും ഇതായാലും വലിയ രീതിയിൽ വളർത്തില്ലെങ്കിലും നേരിയ രീതിയിൽ പാവയ്ക്ക കിട്ടും. ഇത് മറ്റേ ബ്ലോക്കാണോ എന്നറിയത്തില്ല, നീണ്ട രീതിയിലെ പാവയ്ക്ക, കയ്പ്പ് കുറഞ്ഞത്. ഈ കാണുന്നതാണ് നാടൻ പാവയ്ക്ക, കയ്പ്പുള്ളത്. എനിക്ക് നാടൻ പാവയ്ക്ക, രണ്ട് പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കാന്താരിമുളക്, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം കാന്താരിമുളക്. കുറച്ച് നാളും കൊണ്ട് ഇത് വീട്ടിലില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വരെ ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ ആയിട്ടുണ്ട് ഇത്. പിന്നെ ഇത് ചീനിയാണ്, കുറച്ച് ചീനി നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ പച്ചച്ചീര, എൻ്റെ ഫേവറേറ്റാണ് പച്ചച്ചീര. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിശേഷമായ പ്രീ പ്രൈമറിയിൽ KG ടീച്ചർ വേക്കൻസിയാണ്. കേരള ദേവസ്വം ബോർഡല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ KG ടീച്ചർ വേക്കൻസി വിളിച്ചേക്കുവാണ്. 2 വേക്കൻസിയാണുള്ളത്. അപ്പോൾ എൻ്റെ സാലറിയും ഡീറ്റെയിൽസൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. ഫീസുണ്ട്, 500 രൂപയാണ് ഫീസ്. പിന്നെ കാറ്റഗറി അനുസരിച്ചുള്ള ഫീസ് ഇളവും ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റും എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മുടെ കേരള PSCയുടെ മോഡൽ ഫിലോസഫിയും സൈക്കോളജിയൊക്കെ വരുന്നുണ്ടെങ്കിലും പൊതുവിജ്ഞാനവും കുറച്ച് കാര്യങ്ങൾ അല്ലാതെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ പഠിക്കണം ഈ ഒരു എക്സാമിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. അറിഞ്ഞവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്ലൈ ചെയ്യുന്നത് കേരള ദേവസ്വം ബോർഡിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. PSCക്ക് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒരാഴ്ചയും കൂടെ കണ്ടേ ഉള്ളൂ ഇതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.